ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ശനിയാഴ്ച ദിവസം 1799 മിഥുനമാസം 19-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 12-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി ചതുർദശി തിഥിയാണ്. ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ്. അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനക്കുറിൽപ്പെട്ട നക്ഷത്രവും അതുപോലെ തന്നെ അതിൻ്റെ അവസാന പാദം 4-ാമത്തെ പാദം കർക്കിടകക്കുറിലുമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതിൻ്റെ സമയം ഞാൻ എടുത്തു പറഞ്ഞു തരാം. ശനിയാഴ്ച പുലർച്ചെ 5 മണി വരെയുള്ള സമയമാണ് പുണർദ മുക്കാൽ സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ നക്ഷത്രം തീരുന്ന സമയം 12 മണി വരെയും പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന പാദമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പുണർദ നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ഇന്നലത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പുണർദ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ പൂരുട്ടാതി, ഉത്രട്ടാതി, ഭരണി, രോഹിണി, തിരുവാതിര, ചോതി, വിശാഖം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. പുണർദം നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ പൂരുട്ടാതി, ഉത്രട്ടാതി, ഭരണി, രോഹിണി, തിരുവാതിര, ചോതി, വിശാഖം ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം പുണർദ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, മകീരം, കാർത്തിക, അശ്വതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പൂയ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പൂയ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. പൂയ നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. പൂയ നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:38 വരെ ഉണ്ടായിരിക്കും. പൂയ നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പൂയ നക്ഷത്രം ആരംഭിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 വരെ ഉണ്ടായിരിക്കും. ഈ സമയം അനുകൂലമായ നക്ഷത്രങ്ങൾ പൂയ നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ഉത്രട്ടാതി, രേവതി, കാർത്തിക, മകീരം, തൃക്കേട്ട, മൂലം, പുണർദം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രട്ടാതി, രേവതി, കാർത്തിക, മകീരം, തൃക്കേട്ട, മൂലം, പുണർദം ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 വരെയുള്ള പൂയം നക്ഷത്രപ്രകാരം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി നാളെ ശനിയാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:47 മുതൽ 9:17 വരെ ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:47 മുതൽ 5:17 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 3 ഏതൊരു മാസത്തെ 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 3 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ ഉള്ളവർ നാളത്തെ ദിവസം CGLS എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യം ഫോളോ ചെയ്യുക. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അത് ഒറ്റ സംഖ്യ ആക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അത് ജന്മസംഖ്യയായിട്ട് മാറുന്നു. സംഖ്യാശാസ്ത്രപ്രകാരം ജന്മസംഖ്യയായി വരുന്നു. അപ്പോൾ അങ്ങനെ 3 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വരാൻ സാധ്യത. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയുന്നത് അങ്ങനെ 3 ജന്മസംഖ്യയായി വരുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. മെച്ചപ്പെട്ട ഫലങ്ങൾ, നല്ല ഫലങ്ങൾ, ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യം ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. അത് നോക്കി വാട്സപ്പ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും
പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ജ്യോതിഷം സഹായിക്കുന്നതാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ മാത്രം ഇതിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ജനനത്തീയതിയും ജനന സമയവും അയച്ചു തന്നാൽ അതുപ്രകാരം ഗ്രഹനില എടുത്ത് പരിശോധിച്ച് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലേ, എന്താണ് മാരകമായ രോഗം വരാൻ കാരണം, ഈ രോഗം എപ്പോൾ മാറും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീടില്ലേ, നിങ്ങൾക്ക് സന്താനങ്ങളില്ലേ, അല്ലെങ്കിൽ കടബാധ്യതകൾ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ നല്ല ജോലിയില്ലേ. അപ്പോൾ ഏത് വിഷയമാണെങ്കിലും ദാമ്പത്യ പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയമാണെങ്കിലും നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകാം. ജ്യോതിഷത്തിൽ കൂടി അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. ചന്ദ്രൻ അമാവാസിയിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചന്ദ്രന് കാര്യമായ റോളില്ല. നാളത്തെ ദിവസം ശനിയുടെ ദിവസം. ശനിയാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനിക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഒരുപാട് നാളുകാരെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോണ ദിവസമല്ല. അവരുടെ കൂറിൻ്റെ അധിപനായ ഈ ചൊവ്വ അല്ലെങ്കിൽ അവരുടെ കൂറിലേക്ക്, അവരുടെ ജന്മക്കൂറിലേക്ക്, ജന്മരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടി കാര്യമായിട്ട് വന്നു ചേരുന്നൊരു ദിവസമാണ്. ചന്ദ്രന് ബലമില്ലാത്തത് കൊണ്ട് ശനിയുടേതായ ദൃഷ്ടി ഈ ഭാവത്തിലേക്ക്, ശനിയുടെ 3-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി കടന്നു വരുന്നു. ഇപ്രകാരം ശനിയുടെ ഈ ശത്രുത അടഞ്ഞ ദൃഷ്ടി ഈ മേടക്കൂറിലേക്ക് അല്ലെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരുടെ ജന്മഭാവത്തിലേക്ക് വരുന്നുണ്ട്. നാളത്തെ ദിവസം അവർ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്, മേടക്കൂറിൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപനാണ്. മാത്രമല്ല ഈ ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനും ഇവരുടെ കൂറിൻ്റെ അധിപനും 12-ാം ഭാവത്തിൻ്റെ അധിപനും ഒക്കെ ഈ 2-ാം ഭാവത്തിൽ മാരകഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ നാളെ ശനിയുടെ സ്വാതന്ത്ര്യമുള്ള പൂർണ്ണ ബലമുള്ളൊരു ദിവസമാണ്. അത് പ്രകാരം ഈ നാളുകാർക്ക് ദോഷം വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. പല വിധത്തിലുള്ള ധനനഷ്ടം, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, ദാമ്പത്യ ജീവിത സുഖക്കുറവ്, കുടുംബത്തിൽ ധനം തികയാത്ത അവസ്ഥ, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, ടെൻഷൻ കാര്യങ്ങൾ, മാതാവിൻ്റെ സ്ഥിതി മോശം, പിതാവിൻ്റെ സ്ഥിതി മോശം, അങ്ങനെ പലവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല. കാരണം അവരുടെ 12-ാം ഭാവത്തിലേക്ക് തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ശനി ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അവരുടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവരുടെ 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ തന്മൂലം ഈ ശനിയുടെ ദൃഷ്ടി ഇവർക്ക് ദോഷകരമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ഒരുപാട് നഷ്ടങ്ങൾ, ശരീരത്തിൽ മുറിവ് ചതവുകൾ, അങ്ങനെ സാഹസികമായ കൃത്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, ദേഷ്യം, കോപം, പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് പ്രതികൂലമായൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവും കൂടിയാണ്. പിതാവിനെ കൊണ്ടുള്ള നേട്ടം മാത്രമായിരിക്കും അവർക്ക് നാളത്തെ ദിവസത്തെ ഏക ആശ്രയം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു ദിവസമല്ല. പല വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. ലാഭം വന്നു ചേരേണ്ടിയ സ്ഥാനത്ത് അവർക്ക് ഈ ശനിയുടെ ദൃഷ്ടി, ലാഭഭാവാധിപൻ്റെ ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി മൂലം നാളത്തെ ദിവസം ഒരുപാട് പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാകും, തൊഴിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകും, ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ പ്രതികൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരുടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന ദിവസമാണ്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. ആ ശനി ഇവർക്ക് ഒരുപാട് കഷ്ടത്തെ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ പ്രതിസന്ധി ഉണ്ടാകും. തൊഴിലിന് പോകാൻ പറ്റത്തില്ല. മക്കളുടെ സ്ഥിതി മോശമാണ്. രോഗം, ദുഃഖം, കടം, പ്രയാസം, ശത്രുത, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരുടെ വീട്ടിൽ
ഒരു അശ്വതിയോ ഭരണിയോ കാർത്തിക കാൽ ഉണ്ടെന്നിരിക്കട്ടെ, ആ കാൽ നാളുകാരുണ്ടെന്നിരിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാളുകാരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. കാരണം ഈ നാളുകാരെ എല്ലാം സംബന്ധിച്ച് വളരെ പ്രതികൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് സമയദോഷം, അവർ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും സമയദോഷമാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാൾക്ക് സമയദോഷമാണ്. തുലാക്കൂറിൽപ്പെട്ടവർക്ക് സമയദോഷമാണ്. കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് സമയദോഷമാണ്. അപ്പോൾ ഈ നാളുകാരൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ വളരെ പ്രതികൂലമായ സാഹചര്യമാണ്. യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാത്തൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ചിങ്ങക്കൂറുകാരുടെ കാര്യമെടുക്കാൻ, ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം, അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ ജീവിത സാഹചര്യം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. കാരണം അവരുടെ ജന്മഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നു. ചിങ്ങക്കൂറുകാരുടെ 2ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതായത് ധനഭാവത്തിൻ്റെയും കുടുംബഭാവത്തിൻ്റെയും അധിപനായ ബുധൻ, 11ാം ഭാവത്തിൻ്റെ നേട്ടങ്ങളുടെ ലാഭഭാവത്തിൻ്റെ അധിപനായ ബുധൻ അവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നു. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ശത്രുതയെ ഒരു പരിധിവരെ എതിർക്കുവാൻ പറ്റുന്ന ഒരു ഗ്രഹനിലയാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും അവർക്ക് രോഗം, ദുഃഖം, ദുരിതം എന്നിവ പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏകദേശം അനുകൂലമാണ്. പല കാര്യങ്ങളും നേട്ടമുള്ളൊരു ദിവസമാണെങ്കിലും രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ അവരെ അലട്ടുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വളരെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു. ഈ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഭാവത്തെ ശനി ദൃഷ്ടിക്കുന്നു. ശനി ഈ നാളുകാരുടെ 6ാം ഭാവാധിപനാണ്. ശനി ഇവർക്ക് രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ആ ശനി അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹത്തെ നോക്കുന്നു. പല വിധത്തിലും പ്രതികൂലങ്ങൾ അവരെ തേടി വരുന്നു. രോഗം, ദുഃഖം, ദുരിതം, അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷം. ഈ നാളുകാർ വളരെ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടുന്ന സമയം. പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ ബലക്കുറവുള്ളതുകൊണ്ട് അതും ഇവർക്കൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ആശുപത്രിവാസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി വളരെ മോശം. അതുപോലെ തന്നെ ആൺമക്കളുടെ കാര്യത്തിൽ വളരെ പരിതാപകരമായ സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവർ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം കാര്യതടസ്സം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അവർക്ക് ആശുപത്രിവാസം, പ്രത്യേകിച്ച് അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരു രോഗത്തിന് ഓപ്പറേഷൻ വരെ വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിച്ചാലും പലരും നാളത്തെ ദിവസം ധനപരമായുള്ള വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു ദിവസമാണ്. രോഗം, കടം, ദുഃഖം, പ്രയാസം എന്നീ വിഷയത്താൽ, കടബാധകളാൽ, രോഗത്താലൊക്കെ നാളത്തെ ദിവസം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാർ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇവർക്ക് മറ്റു ചില കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടെങ്കിലും ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി മോശമാണ്. ഈ നാളുകാരുടെ ശാരീരികവും മാനസികമായ സ്ഥിതി മോശമാണ്. നാളെ രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ഈ നാളുകാർക്ക് ഒട്ടനവധി മറ്റു വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കടബാധകളാൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനം തികയാത്ത അവസ്ഥയിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങളും മറ്റു ചില കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമ്മിശ്രമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഈ നാളുകാരുടെ ആൺമക്കൾക്ക് നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. പുത്ര ദുഃഖം
വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകൾ, അനർത്ഥങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം അവരുടെ 6ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. 6ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് വളരെ പ്രതികൂലമായൊരു സാഹചര്യം വന്നു ചേരും. ഭാഗ്യക്കേടുകൾ ഉണ്ടാകും. നാളത്തെ ദിവസം രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. വാഹന അപകടങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. പല പ്രതികൂലങ്ങളിൽ കൂടി നാളത്തെ ദിവസം മകരക്കൂറുകാർ കടന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കണം. പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതാനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നായിരിക്കും വന്നു ചേരുക. നാളത്തെ ദിവസം ചന്ദ്രൻ അമാവാസ്യയിലേക്ക് പോകുന്നതുകൊണ്ട് പലരുടെയും, ഒട്ടുമിക്ക ആൾക്കാർക്കും നാളത്തെ ദിവസം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഒരു ആപത്തോ അനർത്ഥങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. മറ്റു ചില കാര്യങ്ങളിലൊക്കെ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും നാളത്തെ ദിവസം വാഹനാപകടത്തിനോ അല്ലെങ്കിൽ അല്ലാതെയുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ആവട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. നാളത്തെ ദിവസം ശത്രുക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് ഈ നാളുകാർ തന്നെ അവരുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് ശത്രുതയ്ക്ക് പോകുന്നൊരു ദിവസമായിരിക്കും. അവർ മുഖേനയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പല വിധത്തിലുള്ള കാര്യതടസ്സം ഉണ്ടാകുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള തർക്കവും അതേ തുടർന്നുള്ള കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ ഒന്നും അത്ര നാളത്തെ ദിവസം അനുകൂലമായ ദിവസമല്ല. പല കാര്യങ്ങളിലും പ്രതിസന്ധി നിറഞ്ഞ ദിവസം തന്നെ ആയിരിക്കും നാളത്തെ ദിവസം. ദാമ്പത്യ സുഖക്കുറവ്, അങ്ങനെ പല പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. ദശകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് മാത്രമായിരിക്കും നാളത്തെ ദിവസം സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുക. അല്ലാത്തവർക്കൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കും കുംഭക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, തൃട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. പല വിധത്തിലുള്ള ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ദുഃഖം, കടം, പ്രയാസം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മാതാവിന് രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, തൃട്ടാതി, രേവതി നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത സുഖക്കുറവ്, അതുപോലെ തന്നെ ഇവരുടെ മക്കൾ മുഖേനയുള്ള പ്രതിസന്ധികൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ അനുഭവമായിരിക്കും നാളത്തെ ദിവസം മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, തൃട്ടാതി, രേവതി നാളുകാർക്ക് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാളെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രം എന്ന് പറയുന്നത് അവിടെ ഇവിടെയൊക്കെ വാഹനാപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്നുള്ള ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായി അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും സങ്കീർണമാകുന്നൊരു ദിവസമാണ്. അഭിപ്രായ വ്യത്യാസവും ശത്രുതയും കലഹവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അപ്രകാരമുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് ഈ കാര്യം പറയുവാൻ പ്രേരിപ്പിച്ച കാര്യം. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.